ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു കേട്ടോ. രാവിലെ തന്നെ എനിക്കിങ്ങനെ പുറത്തൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കിച്ചൺ വിൻഡോ തുറക്കുന്നത് നമ്മുടെ കിച്ചൺ ഗാർഡൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു കപ്പ് ഇളം ചൂടുവെള്ളം കുടിച്ചു. മെറ്റേണിറ്റി ഒക്കെ ആയതുകൊണ്ട് കണ്ട ഫുഡുകളൊക്കെ കഴിച്ച് ഇച്ചിരി വെയിറ്റൊക്കെ കൂടിയ പോലെ തോന്നി. അതുകൊണ്ട് ഇന്ന് മുതൽ സ്ട്രിക്റ്റ് ഡയറ്റിംഗ് ആണ് കേട്ടോ. രാവിലെ തന്നെ ദോശയ്ക്ക് അരച്ച മാവ് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പൊളിച്ചിരിക്കുന്നു. നമ്മളുടെ പലരുടെയും എക്സ്പെക്റ്റേഷൻ ഇങ്ങനെയല്ലേ, പുളിക്കാത്ത മാവ് കണ്ട അന്നത്തെ ദിവസം നമുക്ക് പകുതി നമ്മൾ മൂഡ് ഓഫ് ആയി പോകും. അത് കഴിഞ്ഞ് വെള്ളം കുടിച്ച ശേഷം ഒരു കോഫി അങ്ങ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ നല്ല തണുപ്പുള്ളപ്പോൾ നല്ല ചൂട് അടിപൊളി കോഫി, അതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇനി കോഫി കുടിച്ചുകൊണ്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ബേബീസൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്കെല്ലാം ചെയ്തു വെക്കണം. അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പം നല്ല സൂപ്പർ കോഫിയൊക്കെ കുടിച്ച് നമ്മുടെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ പലർക്കും പല ടൈപ്പ് ദോശയാണ് ഇഷ്ടം. എനിക്കും മാളൂനും നെയ് റോസ്റ്റ്, ഹസ്ബൻഡിന് ഇച്ചിരി കട്ടിക്കുള്ള ടൈപ്പ് ദോശയാണ് ഇഷ്ടം. അപ്പോൾ ദോശയിൽ നെയ്യ് തൂകുമ്പോൾ ഉള്ള ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നല്ല നമ്മുടെ ദോശക്കുട്ടന്മാരെ നല്ല നെയ്യൊക്കെ തൂക്കി നല്ല മൊരമൊരാന്നാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇവനെ നല്ല ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പം ഞാൻ വെള്ളം കുടിച്ച ശേഷം കോഫി കുടിച്ച് പിന്നെ ദോശയും ചട്നിയൊക്കെ കഴിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ദോശകളൊക്കെ ഉണ്ടാക്കി കേട്ടോ. പലർക്കും പല പല ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എല്ലാവരുടെ ഇഷ്ടം നോക്കിയിട്ട് വേണം, ചൂടോട് കൂടി വേണം ദോശ കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ മാളുവിൻ്റെ നെയ് റോസ്റ്റാണ് ഇത്. അതിനുശേഷം ഒരു 1 മണിയോട് കൂടി ഞാൻ ഗീ റൈസ്, നെയ്ച്ചോറും ചിക്കൻ കറിയും ചർലാസൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച്. അപ്പം നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു നേരം മാത്രമേ ചോറ് കഴിക്കുകയുള്ളൂ. പിന്നെ നമ്മളങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഈവനിങ് ഒരു കോഫി കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ജ്യൂസ്, ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസാണ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. അത് ഭയങ്കര ഹെൽത്തി ആണല്ലോ. നമ്മൾ അങ്ങനെ എപ്പോഴും ഒത്തിരി ഇങ്ങനെയുള്ള റൈസ് അവോയ്ഡ് ചെയ്യുവാണ്. കാരണം റൈസിൽ നമുക്ക്